ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് പ്രാക്ടീസിൻ്റെ 9ാമത്തെ ഡേ പ്രാക്ടീസാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉജ്ജയി പ്രാണായാമ, ഓം ചാൻഡിങ്, പിന്നെ മെഡിറ്റേഷൻ, പിന്നെ ഒരു മന്ത്ര ചാൻഡിങ്ങുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രാക്ടീസിലേക്ക് കടക്കാം. ഓം 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 ഓം. നമ്മൾ ഓം ചാൻഡിങ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തെ പ്രിപ്പയർ ആക്കി. ഇനി നമുക്ക് അടുത്ത പ്രാക്ടീസിലേക്ക് കടക്കാം. അടുത്ത പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മന്ത്രം, ഞാൻ ഇവിടെ ഓം ഭൂർഭുവസ്വഹ എന്നുള്ള ഗായത്രി മന്ത്രമാണ് ചൊല്ലുന്നത്. അത് നമ്മൾ 9 വട്ടം ചാൻഡ് ചെയ്യണം. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. നമ്മൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനെയൊക്കെ പ്രാക്ടീസിന് പ്രിപ്പയർ ചെയ്തു. ഇപ്പം നമ്മുടെ മൈൻഡ് ഒരു കാമായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് വരും നമ്മൾ ഒരു ഡേറ്റിയുടെ മന്ത്രം ചൊല്ലുമ്പോൾ. അപ്പം ഇനി അടുത്ത പ്രാക്ടീസ് ആയിട്ടുള്ള പ്രാണായാമത്തിലേക്ക് കടക്കാം. ഇത് എനർജി ഫീൽഡിനെ ഒരുക്കാനും നമ്മുടെ പ്രാണനെ കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് ഓഷൻ ബ്രീത്തിങ് അല്ലെങ്കിൽ ഉജ്ജയിനി ബ്രീത്തിങ് ആണ് ചെയ്യുന്നത്. നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ ചെയ്യുന്നത് 10 വട്ടമാണ്. നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് പ്രാക്ടീസിലേക്ക് കടക്കാം. ശ്വാസം മൂക്കിലൂടെ എടുക്കുക, എന്നിട്ട് വായിലൂടെ ഹാ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കളയുക. ഇതിനെയാണ് ഉജ്ജയിനി പ്രാണായാമം എന്ന് പറയുക. നമുക്ക് പ്രാക്ടീസിലേക്ക് കടക്കാം. ഇൻഹെയിൽ, മൂക്കിലൂടെ ഇൻഹെയിൽ ചെയ്യുക എന്നുള്ളൊരു സൗണ്ടോട് കൂടിയിട്ട് എക്സെയിൽ ചെയ്യുക. ഇത് നിങ്ങളുടെ ത്രോട്ടിനെ നന്നായിട്ട് ഇതാക്കുക, നെർവസ് സിസ്റ്റം കാമാക്കുക ചെയ്യും. ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളത് മെഡിറ്റേഷനാണ്. നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസിലേക്ക് കടക്കണം.
2 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം മെല്ലെ കണ്ണ് തുറക്കുക. എന്നിട്ട് എന്തൊക്കെ വ്യത്യാസമാണ് ഈ ഇത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് മെല്ലെ കണ്ണ് തുറക്കുക. എന്നിട്ട് പ്രാക്ടീസ് അവസാനിപ്പിക്കുക.